ഡാൻ ഇത് രണ്ടായി തന്നെ കാണാം, തൃശ്ശൂരിലെ പ്രശ്നങ്ങളും വയനാട്ടിലെ പ്രശ്നങ്ങളും. ആദ്യം ഓർമ്മ വരുന്നത് ഈ അടുത്ത് ബസേലിയോസ് മാർ ക്ലിമ്മിസ് ബാവയാണെന്ന് തോന്നുന്നു. കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് ജനങ്ങളാണ്, പക്ഷേ തോൽപ്പിക്കുന്നത് കോൺഗ്രസുകാർ തന്നെയാണെന്നൊരു പരാമർശം പ്രതിപക്ഷ നേതാവിന്റെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു. അതിന് സമാനമാണ് കാര്യങ്ങൾ. ഈ ജോസ് വള്ളൂർ തന്നെ ഒരു ഫോർമുലയായിട്ട് വരുന്നു, പുനഃസംഘടന വരെ ഞാൻ തിരിച്ചു വന്ന് അവിടെ ഇരിക്കാം എന്ന് പറയുന്നു. പക്ഷേ അവിടെ തൃശ്ശൂരിൽ അത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. നമുക്കറിയാം, തൃശ്ശൂരിൽ പരമാവധി മോശം അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പുമായൊക്കെ ബന്ധപ്പെട്ട് അത് കഴിഞ്ഞപ്പോഴുള്ള ഒരു സാഹചര്യം നമുക്ക് തൃശ്ശൂരിൽ അറിയാം. ഈ ജോസ് വള്ളൂരിന്റെ നിലപാടുകൾ എത്രത്തോളം വലിയ എതിർപ്പ് അവിടെ തൃശ്ശൂരിൽ ഉണ്ടാക്കുന്നുണ്ട്? ശ്രീജ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കെ മുരളീധരന്റെ പരാജയത്തിന് ശേഷം സംഘടനാ തലത്തിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് തൃശ്ശൂരിൽ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ മുരളീധരന്റെ പരാജയത്തിന് തൊട്ടു പിന്നാലെ അതിന്റെ ഉത്തരവാദി ആര് എന്ന ചോദ്യം ഉയർന്നു തുടങ്ങി. അത് തർക്കങ്ങളിലേക്കും പിന്നീട് കയ്യങ്കളിയിലേക്കും വരെ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ജോസ് വള്ളൂർ DCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നത്. അതോടെയാണ് താൽക്കാലികമായെങ്കിലും ഒരു വെടിനിർത്തൽ അവിടെ ഉണ്ടായത് എതിർപ്പുന്നയിച്ചവരിൽ നിന്ന്. പിന്നീട് VK ശ്രീകണ്ഠൻ MPക്ക് തൃശ്ശൂരിന്റെ ചുമതല നൽകുന്നു. അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത തരത്തിൽ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് രമ്യതപ്പെടുത്തി മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് പൊതുസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ചൂടുപിടിക്കുന്നത്. ആ ചർച്ചകൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു പൊതുസമ്മതൻ വേണമെന്നൊരു പ്രാദേശിക വികാരത്തിലാണ്. അതിനിടയിലാണ് മുൻ DCC അധ്യക്ഷൻ കൂടിയായിരുന്ന ജോസ് വള്ളൂർ തിരികെ ആ പദവിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള രഹസ്യമായ നീക്കങ്ങൾ തുടങ്ങിയത്. അദ്ദേഹത്തിന് സ്വാധീനമുള്ള ഉന്നത നേതാക്കളുമായൊക്കെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ജോസ് വള്ളൂർ. അദ്ദേഹം ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിരികെ ആ പദവിയിലേക്ക് എത്താനുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട് എന്ന ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് അതിൽ എതിർപ്പറിയിച്ചുകൊണ്ട് തൃശ്ശൂരിൽ നിന്നുള്ള ഒരു വിഭാഗം പ്രാദേശിക നേതാക്കൾ രംഗത്തെത്തുന്നത്. അവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. നേരത്തെ തന്നെ കെ മുരളീധരന്റെ പരാജയവുമായി ബന്ധപ്പെട്ട് ജോസ് വള്ളൂരിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. വീണ്ടും ജോസ് വള്ളൂരിനെ തന്നെ ആ പദവിയിലേക്ക് നിയോഗിച്ചാൽ അത് ഒരു പൊട്ടിത്തെറിയിലേക്ക് നയിക്കും. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുകയാണ്. നേരത്തെതുപോലെയല്ല സാഹചര്യങ്ങൾ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി കൂടിയാണ്. അങ്ങനെ ഒരാൾ അവിടെ വീണ്ടും പ്രചാരണത്തിനിറങ്ങുന്ന സാഹചര്യം വന്നാൽ അത് UDFനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളെ വേണം DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന നിലപാടാണ് ഈ എതിർപ്പറിയിച്ചിരിക്കുന്ന നേതാക്കൾ മുമ്പോട്ട് വെച്ചേക്കുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷേ ജോസ് വള്ളൂരിനെ തന്നെ ഈ സ്ഥാനം ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ്. അതായത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അനിശ്ചിതത്വത്തിലായിരിക്കുന്നതിനിടയിലാണ് ജോസ് വള്ളൂർ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇന്നായിരുന്നു രാഷ്ട്രീയകാര്യ സമിതി യോഗം നടക്കേണ്ടിയിരുന്നത്. പക്ഷേ അത് വളരെ അപ്രതീക്ഷിതമായി ഇന്നലെ മാറ്റിവെക്കുകയായിരുന്നു. മേലെ തട്ടിലെ നേതാക്കന്മാർക്കിടയിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസമാണ് രാഷ്ട്രീയകാര്യ സമിതി തന്നെ മാറ്റിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. അതിനിടയിലാണ് തൃശ്ശൂർ DCCയുമായി ബന്ധപ്പെട്ടും സമാനമായ തരത്തിൽ ജോസ് വള്ളൂർ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ എത്താൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരായ പ്രതിഷേധവും പരസ്യമാകുന്നത്. വയനാട്ടിൽ കാര്യങ്ങൾ അതിലും സങ്കീർണമാണ്. അവിടെ ഒരാൾ കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് പോയി. 3 DCC പ്രസിഡന്റുമാർക്കെതിരെയാണ് ഒരു കേസ് വന്നിട്ടുള്ളത്. അത് DCC ട്രഷററുടെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്. അത് സ്വാഭാവികമായും പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു വയോധികനായ ഒരു മനുഷ്യൻ ആത്മഹത്യയിലേക്ക് എത്തുന്ന തരത്തിൽ അവിടുത്തെ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളും അതിലേക്കൊക്കെ കാരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പിന്തുണ കിട്ടാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായും അവിടെ ജില്ലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കോൺഗ്രസിന്റെ ഒരു വലിയ ശക്തി കേന്ദ്രമായ വയനാട്ടിൽ ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എത്രത്തോളമാണ്? പ്രിയങ്ക ഗാന്ധി പ്രതിനിധീകരിക്കുന്ന സ്ഥലം കൂടിയാണല്ലോ വയനാട്. തീർച്ചയായിട്ടും ചരിത്ര ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ച സ്ഥലം കൂടിയാണ് വയനാട്. അവരുടെ കന്നി അംഗത്തിലാണ് അത്ര വലിയൊരു വിജയം വയനാട്ടിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചത്. അതേ വയനാട്ടിലാണ് DCC അധ്യക്ഷനെതിരെ തന്നെ ആരോപണം ഉന്നയിച്ചതിന് ശേഷം ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരുന്ന ഒരു സാഹചര്യം. അത് NM വിജയൻ ആത്മഹത്യ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ കഴിഞ്ഞ ദിവസം DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. അതിന് പിന്നാലെയാണ്
DCC അധ്യക്ഷ സ്ഥാനത്ത് ND അപ്പച്ചനെ തുടരാൻ അനുവദിച്ചാൽ അത് രാഷ്ട്രീയമായി പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കും എന്ന അഭിപ്രായവുമായി നേതാക്കൾ രംഗത്തെത്തുന്നത്. KPCC നേതൃത്വത്തെ തന്നെ അവർ ഇക്കാര്യം അറിയിച്ചിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അവിടെ ഒരു അഴിച്ചുപണിക്ക് ഉടൻ തയ്യാറായില്ല എങ്കിൽ പാർട്ടിക്കെതിരെ കനത്ത വില കൊടുക്കേണ്ടി വരുമെന്നാണ് നേതാക്കൾ KPCC ഭാരവാഹികളെ അറിയിച്ചിരിക്കുന്നത്. നിലവിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെയൊരു നടപടിയിലേക്ക് കടന്നാൽ അതുണ്ടാക്കുന്ന തിരിച്ചടികളെക്കുറിച്ച് പാർട്ടിക്കും ആശങ്കയുണ്ട്. അതായത് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ മറ്റ് പലതുമാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സമിതി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആഭ്യന്തരമായി നടത്തുന്നുണ്ട്. അങ്ങനെ ആ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തിടുക്കത്തിൽ ഒരു നടപടിയിലേക്ക് കടന്നാൽ അത് ഇടതുപക്ഷം ആയുധമാക്കാനുള്ളൊരു സാധ്യതയാണ് KPCC നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിടുക്കത്തിൽ ഒരു നടപടിയെടുക്കാൻ അവർ തയ്യാറാകാത്തത് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ അവിടെ നടക്കുന്ന ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അവർക്കടക്കം ഈ ആഭ്യന്തര അന്വേഷണം നടത്തുന്ന സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രം ഇതിൽ തുടർ നടപടി മതി എന്നൊരു നിലപാടിലാണ് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, വയനാട്ടിൽ സുഗമമല്ല കാര്യങ്ങൾ. കോൺഗ്രസിനെ സംബന്ധിച്ച് സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ് വയനാട്ടിൽ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെയാണ് ആരോപണം ഉയരുന്നത്. അവിടെ ചർച്ചകൾ സജീവമാവുന്നതിനിടെയാണ് കോൺഗ്രസിന് തലവേദനയായി തൃശൂരിൽ നിന്നും വയനാട്ടിൽ നിന്നും ഒക്കെ പരാതികൾ ഉയരുന്നത്.